വെൽക്കം ടു ഫസ്റ്റ് വ്ലോഗ് ഇൻ പുതിയ വീട്. ഇത് വെറും ഷോ ആണ്. ഞാൻ രാവിലെ തന്നെ എണീറ്റ് ബ്രഷ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെയും വന്ന് കിടന്നതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്നിങ്ങനെ തോരാതെ സംസാരിക്കുന്നതും പിന്നെ വീഡിയോ എടുക്കുന്നതും. അങ്ങനെ വീഡിയോ എടുക്കാനുള്ള മോട്ടിവേഷനും കോൺഫിഡൻസും ഞാൻ കലക്കി അരച്ച് കുടിച്ച് ഇറങ്ങിത്തിരിക്കും. പക്ഷെ എന്ത് പറ്റും, ആ കോൺഫിഡൻസ് ഒക്കെ പമ്പ കടക്കും. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഹാപ്പി ആവുക. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടാനാണ് എൻ്റെ ഒരു പ്ലാൻ. കേട്ട് ഞാൻ മടുത്തു. നമുക്കത് തൽക്കാലം കാര്യമാക്കണ്ട. നമുക്കൊരു ചായയിൽ നിന്ന് തന്നെ നമ്മളുടെ സുപ്രഭാതം തുടങ്ങാം. കുറച്ച് ദിവസം മുന്നെയാണ് ഞാൻ ഈ വീട്ടിലോട്ട് മാറിയത്. പിന്നെ നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് എനിക്ക് അധികം പാടുപെടേണ്ടി വന്നില്ല. കാരണം കുറച്ചായിട്ടായാലും സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഇതെൻ്റെ ഫ്രണ്ട് തന്നൊരു ഗിഫ്റ്റാണ്. ഇത് വേറൊരു ഫ്രണ്ട് തന്ന ഗിഫ്റ്റാണ്, ഒരു ഹൗസ് വാമിംഗ് ഗിഫ്റ്റ്. നല്ല രസമല്ലേ കാണാൻ. കബോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കബോർഡ് ഉണ്ടായിരുന്നു, പക്ഷേ കബോർഡിനകത്ത് വെക്കാനുള്ള സാമഗ്രികളില്ലായിരുന്നു. അതായത് റാക്കൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തു. അപ്പം വിൻ്റർ ക്ലോത്ത്സും സമ്മർ ക്ലോത്ത്സും എല്ലാം അടപടലം ഞാൻ അകത്തെടുത്ത് വെച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് തെങ്കാശിപ്പട്ടണവും കണ്ടുകൊണ്ട് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അധികം സമയമൊന്നും എടുക്കില്ല, ഒരു ഫിൽറ്റർ ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. തിങ്ങനെ ചെയ്ത് ആവണ്ടാണല്ലോ. ആയില്ലേ? ആയി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ഒരു ടാസ്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. പിന്നെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെ വെയിൽ വന്നാൽ പൊങ്കാലയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു വെയിലുള്ള ദിവസമായതുകൊണ്ട് തുണിയൊക്കെ അലക്കിയത് ഉണക്കാനിട്ടിട്ട് നമുക്കൊന്ന് നടക്കാൻ പോയിട്ട് വരാം. അതിമനോഹരമായ ആ വെയിൽ എൻ്റെ മുഖത്തടിച്ചപ്പോൾ ആ ഫീലിംഗ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല തണുത്ത കാറ്റും നല്ല ഇളം ചൂടുള്ള വെയിലും. ആഹാ, അടിപൊളി. വീട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ പോയാൽ തന്നെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ കാക്ക, മുയൽ, കുയിൽ, മയിലൊക്കെ ഉണ്ടെന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. മയിലല്ല, പിന്നെ മുയലും, പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ, പിന്നെ ഹെഡ്ജോഗ്, മുള്ളമ്പന്നിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ടെന്നാണ് എഴുതി വെച്ചിരുന്നത്. ഈ അതിമനോഹരമായ പാർക്കിൽ ഞാൻ വെയിലും കൊണ്ട് നടക്കുമ്പം ഒരു കഥ പറയാമെന്ന് വിചാരിച്ചു. PP അജേഷിന്റെ കഥയെന്ന് വെച്ചാൽ ഒരു ജീവിതപാഠം. അതിൽ സ്ട്രഗിൾസ് ഉണ്ട്, ചാലഞ്ചസ് ഉണ്ട്, അതിലുപരി ഒത്തിരി മോട്ടിവേഷൻ ഉണ്ട്, പിന്നെ ഒരു 25 പവന്റെ ഗോൾഡും. ഇപ്പൊ കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇന്ന് കണ്ട ഒരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു പൊന്മാൻ. പിന്നെ സിനിമയുടെ കഥയൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം ഇപ്പൊ റിലീസ് ആയിട്ടുള്ളൂ, നിങ്ങൾ തന്നെ പോയി കണ്ടോളൂ. പക്ഷെ PP അജേഷിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. ആരാണ് ഈ PP അജേഷ്? ബിസിനസ്മാൻ ആണോ, ഹീറോ ആണോ, കൊമേഡിയൻ ആണോ? ഇതൊക്കെ ആലോചിച്ച് അങ്ങനെ ഈ കഥ മുന്നോട്ട് പോകും. ബട്ട് കഥ പോണ പോക്കിൽ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിപ്പിക്കും, എസ്പെഷ്യലി അബൌട്ട് നമ്മുടെ സൊസൈറ്റി ആൻഡ് നമ്മുടെ നാട്ടിലെ കല്യാണ മാർക്കറ്റ്. ഇനി നമുക്ക് ചോറും കറിയൊക്കെ വെച്ചിട്ട് ബാക്കി കഥ പറയാല്ലേ? അല്ലല്ല, ചോറും കറിയൊക്കെ വെച്ചോണ്ട് തന്നെ ബാക്കി കഥ പറയാം. PP അജേഷിന്റെ ക്യാരക്ടറിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പാഠം 1, എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കരുത്. പിന്നെ പ്ലാൻ A മാത്രമല്ല, B, C, D, E എല്ലാം വെക്കണം. കാരണം പ്ലാൻ A പാളുമ്പം നമ്മൾ സ്ട്രെസ് അടിച്ച് കുത്തിയിരിക്കില്ല. പ്ലാൻ Bയും Cയും Dയും ഒക്കെ എടുത്തങ്ങ് വീശും. കാരണം സ്ട്രെസ് ചെയ്താൽ കാര്യം നടക്കില്ല. ബി കൂൾ, ബി കാം. ഇതൊക്കെയാണ് നമ്മുടെ അജേഷ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തൊക്കെ പ്രോബ്ലം വന്നാലും, എന്തൊക്കെ സ്ട്രെസ് വന്നാലും, ഡോണ്ട് ഫർഗെറ്റ്, ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണം നമ്മൾ തന്നെ തേടിയെടുക്കണം. ബൈ ദ ബൈ, ഇത്രയും സംസാരിക്കുന്നതിനിടയിൽ ഞാൻ അടിപൊളി ചോറും ദാൽ കറിയും ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ജോസ്മോൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് ഫ്രൈയും. പിന്നെ ഈ സിനിമയിൽ പ്രധാനമായിട്ടൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം, അല്ലാതെ കണ്ടവന്റെ പറമ്പിലല്ല കിടക്കണ്ടേ. ഇന്നത്തേക്ക് വീഡിയോയിൽ ഇത്രമാത്രം. ഇനി അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം എന്നൊരു വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.